എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയാണ് പുതിയ ഓക്സിജൻ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ജീവിക്കുന്നത്. പല ആളുകൾ പല രീതിയിലാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് ആളുകൾ അവരുടെ പ്രോഡക്റ്റ്, സർവീസസ്, ഓഫറിങ് വലിയ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. പല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, അങ്ങനെയുള്ള പല സർവീസസും. ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ബേസ് ചെയ്തിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ കോണ്ടൻറ്റ് ആളുകൾ കാണുകയും അത് വെച്ചിട്ടുള്ള റവന്യൂ വെച്ചിട്ടൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന കാറ്റഗറി. പക്ഷേ പുതിയതായിട്ട് ജോലിക്ക് വരുന്ന ഫസ്റ്റ് ടൈം പ്രൊഫഷണൽസ്, അതായത് പഠനമെല്ലാം കഴിഞ്ഞ് പുതിയൊരു കരിയറിലേക്ക് കാൽവെപ്പ് നടത്തുന്ന യുവജനങ്ങൾ ഈ സോഷ്യൽ മീഡിയയെ ബേസ് ചെയ്ത് മാത്രം റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കരിയർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം. ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. നമ്മൾ വർഷങ്ങളായിട്ട് യൂത്തുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഫോർമൽ ഡിസ്കഷനിൽ പല ആളുകളും പറയുന്ന ഒരു പോയിൻ്റാണ്, അവർക്ക് ഡിജിറ്റൽ മീഡിയ ബേസ് ചെയ്തിട്ട് ഡിജിറ്റൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ളൊരു പ്രൊഫഷനാണ് സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന റീസണായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, സ്പെസിഫിക് ഒരു ഇൻഡിവിജ്വലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരികയും അവരൊരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു ട്രാപ്പാണ്. നമ്മൾ ലീഡർഷിപ്പ് തിയറി പറയുന്നത് ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിൻ്റെയും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെയും സക്സസ് കോപ്പി ചെയ്യരുത്. കാരണം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു ബ്രോഡ് പാറ്റേൺ ആണ്. കാരണം ഒരു ഇൻഡിവിജ്വലിന്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫാക്ടേഴ്സ് അതിലുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞു, നമുക്ക് ജോലിക്ക് പോകണ്ട, നമ്മളൊരു ഓൺട്രപ്രണർ ആവണം. അപ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റോ ഒരു സർവീസസോ ഒരു ഓഫറിങ്ങോ അതിനെ സംബന്ധിച്ച് നമ്മളൊരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ലെവറേജ് ചെയ്യാൻ, അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് നല്ല ഒരു സംഭവമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ബേസ് ചെയ്തു മാത്രം നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ആളുകൾ വാച്ച് ചെയ്തു, യൂസ് ടൈം കൂടി, അതിൽ ഒരു റവന്യൂ മോഡലാക്കിയിട്ട് ഫസ്റ്റ് ടൈം പ്രൊഫഷണൽസ് ചെയ്യുന്നത് അത്ര ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആൽഗോരിതം, അല്ലേ? ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇൻ സോൾവിങ് എ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ടാസ്ക്, ഒരു പ്രത്യേക ജോബ് ചെയ്യുന്നതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച്, അതൊരു മാത്തമാറ്റിക്കൽ മോഡലൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ആൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ആൽഗോരിതം ഡ്രിവൻ ആണ്. അതായത് ഡാറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിങ്ങും വെച്ചിട്ട് ഓരോ യൂസറിൻ്റെയും ഒരു കോണ്ടൻറ്റ് പ്രിഫറൻസ്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടൻറ്റ് കാണുമ്പോൾ നമ്മളതിനെ ലൈക്ക് ചെയ്യുന്നു, നമ്മൾ കമൻറ്റ് ചെയ്യുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. ഈ പാറ്റേൺ വെച്ചിട്ട് ഒരു യൂസർ ഏത് തരത്തിലുള്ള കോണ്ടൻറ്റാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയും. അത് സോഷ്യൽ മീഡിയ അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ആൽഗോരിതം. അത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അത് കംപ്ലീറ്റ്ലി ഇവോൾവിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാം. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫഷൻ, നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നത് എസ്പെഷ്യലി ഫസ്റ്റ് ടൈം പ്രൊഫഷനിൽ അഭികാമ്യമല്ല. കാരണം ഒന്ന്, ആ ആൽഗോരിതം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. രണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു വെർച്വൽ വേൾഡാണ്. പലപ്പോഴും നമ്മളതിൽ കാണുന്ന സംഭവങ്ങളും അതിൽ ഇൻഫർമേഷൻസും റിയൽ ആവണമെന്നില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസിനെ ഇത് ഡിസ്ട്രാക്റ്റ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും കാലഘട്ടമാണ്. അതായത് ഒരു മിനിറ്റാണ് ഒരു കോണ്ടൻറ്റിൻ്റെ ഐഡിയൽ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് തന്നെ ആവറേജ് യൂസേജ് 30-35 സെക്കൻഡ്സ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെയൊക്കെ ഒരു വെർച്വൽ വേൾഡ് നെഗറ്റീവായിട്ട് എപ്പോഴും ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾ പഠനം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് മോഡൽ, ഒരു ബിസിനസ് ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയെ അതിൻ്റെ ഒരു എനേബിളറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അതല്ലാതെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ലൈനിലേക്ക് ആദ്യം, അതായത് നിങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ് പഠനം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് 3 ഇയേഴ്സ് എന്നുള്ളത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ഫോക്കസും ടൈമും അതിൽ വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കേസസ് ഇപ്പം നമുക്ക് ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇത് പറയാറുണ്ട്. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ ഇതിങ്ങനെ ഒരു ആസ്പിറേഷൻ പറയുകയാണെങ്കിൽ പാരൻസ് ചെക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വളരെ തോട്ട് ത്രൂ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണോ, ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, ഒരു സർവീസ് ഉണ്ടോ, അത് സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു മോഡലുണ്ടോ, ഒരു പാറ്റേൺ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് കുട്ടികൾക്ക് റൈറ്റ് ഗൈഡൻസ് കൊടുക്കണം. കാരണം ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് ഒരു വലിയൊരു മോഹന വലയമായിട്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ആളുകൾ പെട്ടെന്ന് ലൈം ലൈറ്റിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല യൂത്ത്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആസ്പിറേഷൻ എന്ന് പറയുന്നത് അവരുടെ കോണ്ടന്റ് വൈറലാകണം എന്നുള്ളതാണ്. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ആൽഗരിതമൊക്കെ ഇത് എപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല. കാരണം ആൽഗരിതം എപ്പോഴും നോക്കുന്നത് ഇതിൻ്റെ റീസെൻസി, ഇതിൻ്റെ പോപ്പുലാരിറ്റി, ഇതിൻ്റെ റെലവൻസ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ്. അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ സ്റ്റുഡൻസും കുറച്ച് സീരിയസ് ആയിട്ട് നോക്കണം. അവരുടെ പാരൻസും ഈ അഡ്വൈസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.